ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ അരക്കൊല്ലായില്ലേ, അര വർഷമായി. അപ്പൊ അതിന്റെ ഒരു ചെറിയ ചെറിയ കേക്കൊക്കെ മുറിച്ച് അല്ലേ, സന്തോഷത്തിന് വേണ്ടിട്ട് ഞങ്ങള് ചെറിയ ചെറിയ സന്തോഷം, എന്താ പറയുക, ചെറിയ ചെറിയ സന്തോഷം വരെ നമ്മള് എൻജോയ് ചെയ്യാം. അതെ, അപ്പൊ നിങ്ങള് പങ്കുവെക്കാലോ അല്ലേ. അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് വിട്ടുകൊടുത്താണ്. പിന്നെ നമ്മള് ഗ്രൂം ട്യൂബ് എടുത്ത ആ പ്ലേസിലേക്ക് പോണില്ല നമ്മള്. ഗ്രൂം ട്യൂബ് അല്ല, സോറി, ബ്രൈഡ് ട്യൂബ്. അതെ അതെ, ഞാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടാ പോണത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പോണതും. അപ്പം നമുക്ക് കേക്ക് വാങ്ങല്ലേ, ചെറിയ കേക്ക്, പീസ് കേക്ക് അല്ലേ. എനിക്കറിയില്ല, നമ്മുടെ പാലടോടെ ഞാൻ തരില്ല ആർക്കും. ഇത് ഞാനും തരില്ല. ഇത് കുടിച്ചിട്ട് പറയണോ എനിക്ക് വേണം വേണ്ടെന്ന് പറയണോ. മൈ ഫേവറേറ്റ്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ. ലൊക്കേഷൻ പറഞ്ഞതാ, കുറ്റിപ്പുറം നിളയോരം പാർക്ക് അല്ലേ. സംഭവം എന്തെങ്കിലും കേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കേസ് കൊടുക്കണം. അതെ, അപ്പൊ കേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എക്സ്ട്രാ പൈസ കൊടുക്കണ്ടത്. കേക്ക് ഞാൻ കാണിച്ചു തരാം. 2 ബ്രൗണി ചപ്പീച്ചുകളി അയക്കണം. ഗൈസ്, ഇവിടെ എവിടെയോ വെച്ചിട്ടല്ലായിരുന്നു നമ്മളെ പരിപാടി. മാങ്ങൂച്ച വളരെ വലുതായില്ലേ. അപ്പൊ ഗൈസ്, ഇവിടെ ടിക്കറ്റിന് എത്രയാണ്? 10 രൂപ 20 രൂപ ആയിട്ടുള്ളൂ ഇവിടെ ഗൈസ്. 10 രൂപ. എവിടെ? ഗൈസ്, ഇവിടെ ഒരു ബ്രൈഡ് ട്യൂബ് നടക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. നമ്മളും ഇതേപോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര അല്ലായിരുന്നു അല്ലേ. ഇവിടെ ഫ്രണ്ട് അല്ലായിരുന്നു. മടിയൊന്നും പാടില്ലായിരുന്നു കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ നിക്കാഹ് ഉണ്ടായിരുന്നു. അതെ, ഇവിടെ കസിൻ്റെ നിക്കാഹ് ഉണ്ടായിരുന്നു. അപ്പോൾ നിക്കാഹിന് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ മാതിരി തുലിക്കെട്ടിയൊന്നും ഇല്ല അല്ലേ, എന്തൊക്കെയാ പറഞ്ഞറിയോ. അതിനെ ഒറ്റയ്ക്ക് ചെയ്യുണ്ടാകുമ്പോൾ മതി. എനിക്ക് ഒറ്റയ്ക്ക് ബ്ലോഗ് എടുക്കാൻ മതിയാണ്. ചെയ്യുണ്ടാകുമ്പോൾ കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങാം. ഓക്കെ, ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ അടിപൊളി അല്ലേ, കച്ചറ ഉണ്ടാക്കി ഇറക്കാം. ബ്രൈഡ് ട്യൂബ് ഇതാ. ബ്രൈഡ് ഇതാ. ബ്രൈഡ് എവിടെ? രണ്ടാളി. അപ്പൊ ഗൈസ്, ഞങ്ങൾ രണ്ടാളി കാണിച്ചു തരാം. ഈ ഒരു സെറ്റപ്പ് സ്ഥലം അടിപൊളിയല്ലേ. ഓപ്പൺ സ്റ്റേജ് ആണ്. ഇവിടെ പരിപാടിയൊക്കെ നടത്തും. ഫോട്ടോ തരാം കേട്ടോ. വീഡിയോ എടുക്കുമ്പോ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്ത് ഫോട്ടോ എടുത്തില്ല. ഇത് കുട്ടികളെ പാർക്കാണെന്നല്ലേ. നമുക്ക് കാണണ്ട, നമുക്ക് കുട്ടിയില്ലാന്ന്. നമുക്ക് കുട്ടിയായിട്ട് വരാം. അപ്പൊ ഗൈസ്, ഇവിടേക്ക് എത്തി. ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി വന്നു. ഭയങ്കര വെയില്, മഴക്കാലാണ് അല്ലേ, പക്ഷെ ഭയങ്കര വെയില്. നമ്മള് ഇവിടത്തെ എപ്പോഴാ ഓർത്ത് നമ്മളെ മെഴുതിരി വാങ്ങാൻ മറന്നല്ലേ. മെഴുതിരി അല്ല, മെഴുകുതിരി വാങ്ങാൻ വേണ്ടി മറന്നു. ചെറിയ കുഞ്ഞതില് രസല്ലേ. രസല്ലേ. നമ്മള് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുക, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. വേറെ സാധനങ്ങളൊക്കെ നല്ല രസമാണ് അല്ലേ. ഇത് പൊട്ടിക്കാം. അതെ, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് വാങ്ങിയിട്ടുള്ളത് ബ്രൗണി വിത്ത് നട്ട്സ് ആണ്. ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് പൊട്ടിച്ചാൽ പൊട്ടിക്കാം. ഇവിടെ കൊണ്ട ഭയങ്കര കാറ്റാണ്. നിക്കുന്നില്ല. ഞാനക്ക് തരാം ആദ്യം. അപ്പൊ ഗൈസ്, സ്പൂൺ തിരിച്ചു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലോ, എന്താണ്
ഹാപ്പി ഹാഫ് ഇയർ ആനിവേഴ്സറി. ഞാൻ തരാം. നമുക്ക് ഷേക്ക് കൊടുക്കാം. നമുക്ക് അറിയിലൊക്കെ ഉണ്ടെങ്കിൽ റീലെടുത്ത് പോവാൻ ഇവിടുന്ന്. പക്ഷെ ആരില്ല. നമ്മളപ്പോൾ എന്ത് കാട്ടും, നമ്മൾ മരത്തുമ്പോൾ വെച്ചിട്ട് ട്രൈ ആക്കും റീല് കിട്ടോ ഇല്ലേന്ന്. കിട്ടി നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഷേക്ക് കൊടുക്കാം. ഈ സ്റ്റോറേജ് ഫുള്ളായി സമയം കൊണ്ട് ഞാൻ ഇത്രയും തിന്നത് കഴിച്ചു. പക്ഷേ അതിന് സാവകാശം ഇല്ലാത്തതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? ഇത് കൊടുക്കാൻ പറ്റിയ ഭയങ്കര വളവത്തി കേട്ടോ. ഇതിന് കൂടെ ഐസ്ക്രീം ബ്രൗണി വിത്ത് ഐസ്ക്രീം നല്ല കോമ്പിനേഷനാണ്. ഞാൻ കറുത്തു ഇങ്ങോട്ട് പിടിച്ച. പക്ഷെ ഐസ്ക്രീം നമ്മൾ എപ്പോഴത്തേക്കും കഴിച്ചു തിന്നു. മറ്റേ ഇവരെ എന്താപ്പോ പായസം ടേസ്റ്റ്. പാലട പായസല്ലേ? അടിപൊളി. പക്ഷെ അത് കാണിച്ചാലല്ല സാവകാശം കിട്ടിയില്ല. ഞാനല്ല അത് കുടിച്ചു. കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോഷൂട്ടും കഴിഞ്ഞില്ലേ? ഒരു കച്ചറിയും കഴിഞ്ഞു. എന്താ വെച്ചാ ഫോട്ടോ എടുക്കാം. ഷേക്ക് ഫോട്ടോ എടുക്കാൻ അറിയാത്തതിന്റെ തെറ്റാണോ? അറിയാത്തതല്ല, എനിക്കറിയില്ല. ശരിയില്ല. കറക്റ്റ് ഇങ്ങനെ വെയിലാണ്. കറക്റ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഈ എനിക്കില്ലേ കുറച്ച് മേലക്കൊക്കെ വേണം ഫോട്ടോ എടുക്കുമ്പോൾ. കറക്റ്റ് ഒരു ഫ്രെയിം വേണം. ഷെയിലിന് മാത്രം എടുക്കും. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടില്ല. ഫോട്ടോ എടുത്താ പോരെ അല്ലേ? നമ്മള് റീലിന് എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കണം. പക്ഷെ റീലിന് വകുപ്പ് എന്താ വെച്ചാല് ആരും ഇല്ല. എടുത്തിട്ട് ഞാനില്ല. പിന്നെ ഇവിടെ ഫുള്ള് കപ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഇടയിൽ പോയി ഞങ്ങൾ റീൽ എടുത്തിട്ടൊന്നൊക്കെ ചോദിച്ചാൽ മോശമല്ലേ? ഓലെ കട്ടറും പാവരുതല്ലോ. നമ്മൾ ഇവിടുന്ന് പോവാണ്. കൈ കട്ടി പറ്റിച്ചു. പറ്റിച്ചു എങ്ങനെ? അപ്പം അവിടുന്ന് കാണാം. കാരണം എനിക്ക് നാട്ടിൽ പോണം അല്ലേ? എന്തിനോ വേണ്ടി വന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ പോവുകയാണ്. നോക്കൂ, ഹായ്. ഹായ്, ഹൗ ആർ യു? ഐ എം ഫൈൻ, ഓൾ ഗുഡ്. ഗായ്സ് നമ്മൾ അവിടെ ഇറങ്ങി. നമ്മളിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഹോമിലേക്ക്, ബാക്ക് ടു ഹോം അല്ലേ? ഇനി ശരി കൊണ്ടുപോകണില്ല എന്തായാലും പോർക്ക് വരുന്നില്ല. തിരുവനന്തപുരത്തൊക്കെ. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് പറയാമെന്നില്ല. അപ്പോൾ ഇതിന് ശരി പോകും. ഇനി എന്താ വരിക? എന്റെ ബർത്ത്ഡേന്റെ തലേന്ന് അല്ലെങ്കിൽ അതിന്റെ മുന്നേ എന്തെങ്കിലും ഇല്ല. ഇന്നിപ്പോ വേണ്ട ആളെന്നല്ല, വെറുതെ തലേണ്ടാക്കി വന്നതാ. അതെ. അപ്പൊ ഗൈസ് ഞങ്ങള് വീട്ടിലെത്തിയില്ലേ? വീട്ടിന്റെ മുന്നിലാണ് ഇപ്പം അല്ലേ? വീടൊക്കെ നമുക്ക് പിന്നീട് കാണിക്കാം അല്ലേ? അപ്പൊ ഇത്രയുള്ള വീഡിയോ, ചെറിയ വീഡിയോ ആണ് അല്ലേ? അപ്പം ഇൻഷാല്ല നമുക്ക് 20K സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അടിപൊളിയാക്കണം ഇൻഷാല്ല. അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും നമ്മളില്ലേ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചല്ല. അതെ, വീഡിയോ എടുക്കാൻ വിചാരിച്ചല്ല. അപ്പൊ നമ്മള് ഏതെങ്കിലും കേക്ക് മുറിക്കാന്നൊക്കെ വിചാരിച്ചു. കേക്കൊന്നും അല്ല കേട്ടോ, ചെറിയ ബ്രൗണി. ചെറുത് സാധനം 60 റുപ്യന്റെ. അതെ, 60 രൂപ അങ്ങനെ എന്താ 70. ചെറിയ സാധനം. അപ്പൊ അത് ഞങ്ങൾ വിചാരിച്ചു നിങ്ങളും കൂടി ഒന്ന് കാണിക്കാന്ന്. അങ്ങനെ 1/2 കൊല്ലായി ഗൈസ് ഞങ്ങൾ ഒത്തുചേർന്നിട്ട്. എന്താണ് അഭിപ്രായം? ചെയ്യാൻ അൽഹംദുലില്ലാ, അടിപൊളി ഒക്കെ പറയും. സെറ്റായിട്ടു ഷെയറിനെ. അപ്പൊ ഗൈസ് ഇത്രയുള്ള വീഡിയോ. അപ്പം സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.